ഏറ്റവും പ്രധാനപ്പെട്ട കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നത്. ഈ പേരെങ്ങനെ വന്നതാണ്? LDFന് നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി വന്നതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരം LDF വളർത്തിയിട്ടില്ല. ജനങ്ങൾക്കാകെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കാനും അത് കൂടുതൽ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താനുമാണ് എല്ലാ ഘട്ടത്തിലും LDF ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത് LDFനല്ലാതെ മറ്റേതെങ്കിലും മുന്നണിക്ക് സാധിക്കുമോ? LDFന്റെ ഘടന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. LDFന്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ള കക്ഷികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും LDFന്റെ ഈ പൊതുരീതി, പൊതു സംസ്കാരം അംഗീകരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയും. അങ്ങനൊരു അവകാശവാദം UDFന് മുന്നോട്ട് വെക്കാനാകുമോ? UDFന് മൊത്തത്തിൽ കഴിയുമോ? UDFനെ ഓരോ ഘടകകക്ഷിയെയും എടുത്ത് പരിശോധിച്ചാൽ ആ നിലയിലേക്ക് എത്താൻ ആ ഘടകകക്ഷികൾക്ക് സാധിക്കുമോ? നാടിന്റെ മുന്നിലുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇത്തരമൊരു ഘട്ടത്തിൽ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ ഇതുപോലൊരു ഘട്ടത്തിലാണല്ലോ നാം അതെല്ലാം ആലോചിക്കേണ്ടത്. പണ്ട് വീരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പത്രക്കാരൻ, മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ടൊരു വാർത്ത കേട്ടിരുന്നു. അപ്പോ വീരപ്പൻ ചോദിക്കുകയാണ്, നിങ്ങള് എന്നെക്കുറിച്ച് വല്ലാതെ വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ, എന്നിട്ട് നമ്മുടെ നാടിന്റെ പേര് പറഞ്ഞു, കേരളത്തെക്കുറിച്ച്. അവിടെ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ, എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് വീരപ്പൻ ചോദിച്ചു എന്നാണ്. അത് ഏത് കാലമാണ് എന്നതെല്ലാവർക്കും അറിയാം. ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും കാട്ടിലേക്ക് ചെന്നതാരാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് LDFനെ ബാധിക്കില്ലല്ലോ.